വെറും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ഒരു നല്ല കാര്യവും നമ്മുടെ നാട്ടിൽ നടത്താൻ വേണ്ടി സമ്മതിക്കില്ല. ഒരു നല്ല കാര്യവും. അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത്, SIR എന്ന് പറയുന്നത് വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ്, അല്ലെ? വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കുക. ഇത് ഏറ്റവും അവസാനമായിട്ട് നടത്തിയത് 2002-ലാണ്. അപ്പൊ 2002-ന് ശേഷം വോട്ടർ പട്ടികയിൽ ഒരുപാട് ഇരട്ടിപ്പുകള്, പിന്നീട് മരണപ്പെട്ടു പോയവരുടെ പേര് നീക്കാത്ത കാര്യങ്ങള്, അനർഹരായ ഒരുപാട് പേർ എന്ന് പറഞ്ഞാൽ ഈ നുഴഞ്ഞു കയറിയ ഒരുപാട് പേർ അതിൽ കയറിയ കാര്യം, ഇങ്ങനെ വോട്ടർ പട്ടിക ആകെ കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഈ നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇതറിയാം. അവർ ഇത് സംബന്ധിച്ച് ഉദാഹരണമായിട്ട് നമ്മുടെ യു ഡി എഫിലെ തന്നെ പല MP-മാരും പല MLA-മാരും ഇത് സംബന്ധിച്ച് ഇപ്പൊ അടൂർ പ്രകാശൊക്കെ പറയുന്നത്, അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിൽ ലക്ഷക്കണക്കിന് ഇത്തരത്തിലുള്ള ഇരട്ടിപ്പുകൾ ഉണ്ട് എന്നാണ് അടൂർ പ്രകാശൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണമായി അതെന്ത് ചെയ്യണം, അത് പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിലുള്ള തകരാറുകളൊക്കെ നീക്കം ചെയ്യണം എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആവശ്യമാണ്. അതിനനുസരിച്ച് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ SIR. അത് വളരെ കൃത്യമായി മുൻകൂട്ടി നിശ്ചയിച്ച് അതിന്റെ തീയതികളൊക്കെ കൃത്യമായി നിശ്ചയിച്ച് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇത് ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും പ്രമുഖരായ T. പത്മനാഭന്റെ അടുത്ത് അല്ലെങ്കിൽ മധുവിന്റെ അടുത്ത്, അങ്ങനെ നമ്മുടെ പത്രങ്ങളിൽ ഈ വാർത്തകളൊക്കെ കണ്ടല്ലോ, പ്രഗത്ഭരായ ആളുകളുടെ അടുത്ത് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ തന്നെ എന്യൂമറേറ്റർമാർ എത്തി അവർക്ക് ഈ ഫോം നൽകി അത് പൂരിപ്പിച്ചു വാങ്ങി അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇവർക്ക് ചൊറിച്ചിൽ തുടങ്ങിയത്. നമുക്കൊന്നും മനസ്സിലാവാത്ത കാര്യം, എന്താണപ്പാ SIR-ന്റെ തകരാറ്? SIR-ന് എന്താണ് തകരാറ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ബീഹാറിൽ. അപ്പൊ പറയുന്നത് ബീഹാറിൽ 65 ലക്ഷം പേരെ പുറത്താക്കി, അല്ലെങ്കിൽ ബീഹാറിൽ 74 ലക്ഷം പേരെ പുറത്താക്കി. ഇത് പലകുറി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതാണ്. അവിടെ ഈ 75-65 ഒന്നുമില്ല, അവിടെ 47 ലക്ഷം അനധികൃതമായ അല്ലെങ്കിൽ ഇരട്ടിപ്പുള്ള അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആളുകളെ ഒഴിവാക്കി. ഇതിനാണ് SIR എന്ന് പറയുന്നത്. ഇതാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത്. മരണപ്പെട്ടു പോയ ആൾക്കാരെ ഒഴിവാക്കുക, ഇരട്ട വോട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കുക, ഈ നുഴഞ്ഞു കയറി എത്തിയ ആൾക്കാരെ ഒഴിവാക്കുക. ഇതാണ് ബീഹാറിൽ നടത്തിയത്. അതുകൊണ്ട് അവിടെ ഈ 47 ലക്ഷം പേരെ ഒഴിവാക്കി. ഇതിലാണ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ ബേജാറാകുന്നത്. കാരണം ഇവർ ജയിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പ് വോട്ടർ പട്ടിക കൊണ്ടാണ്. അവർക്ക് ആവശ്യം അവിടെ ഇരട്ട വോട്ട് വേണം, മരിച്ച ആൾക്കാർ അതിൽ വേണം, നുഴഞ്ഞു കയറിയ ആൾക്കാർ അതിൽ വേണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ BJP ഇതര പാർട്ടികൾ മുഴുവൻ SIR-നെതിരെ ബഹളം കൂട്ടുന്നത്. പക്ഷേ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ, ഞാൻ നമുക്ക് എന്ന് ഉദ്ദേശിച്ചത് സാധാരണ രീതിയിൽ പത്രങ്ങൾ വായിക്കുന്ന, ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന, അത്യാവശ്യം തലയിൽ അത്യാവശ്യം ബുദ്ധിയുള്ള സാധാരണ മനുഷ്യന്മാർക്കൊക്കെ അറിയാം ഈ SIR കൊണ്ട് ഒരു ദോഷവുമില്ല. SIR വളരെ ലളിതമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ പത്രങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത പത്രങ്ങളിലൂടെ, വ്യത്യസ്ത ചാനലുകളിലൂടെ ഇലക്ഷൻ കമ്മീഷണർ തന്നെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തന്നെ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ വളരെ കൃത്യമായി അദ്ദേഹം എന്താണ് SIR-ന്റെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. ചില ആൾക്കാരുടെ, പ്രത്യേകിച്ച് കേരളത്തിൽ പല ആൾക്കാരുടെയും ഒരു ഉത്കണ്ഠ എന്ന് പറയുന്നത്, പല ആൾക്കാരും വിദേശത്താണ്, പല ആൾക്കാരും ഗൾഫിലാണ്, അവരുടെ പേരെങ്ങനെയാണ് ചേർക്കുക. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അതിലൊരു പ്രശ്നമില്ല, അവരുടെ വീട്ടുകാർ പറഞ്ഞു കൊടുത്താൽ മതി എന്നേ. പിന്നെ പറയുന്നത് എന്തെല്ലോ രേഖകൾ. അപ്പം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു ഒരു രേഖയും വേണ്ട. 2002-ലെ വോട്ടർ പട്ടികയിൽ നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും അതിലുണ്ടാവുമല്ലോ, അവരുണ്ടാവുമല്ലോ. ഇനി അതും വേണ്ട, നിങ്ങളുടെ അച്ഛനും അമ്മയും ഒന്നും ഇല്ല, ആ വോട്ടർ പട്ടികയിൽ ഒന്നും കാണുന്നില്ല, നിങ്ങളുടെ പേരില്ല. നിങ്ങൾക്ക് പേര് ചേർക്കണമെങ്കിൽ നിങ്ങൾ ഒരു തിരിച്ചറിയൽ കാർഡ് കൊടുക്കൂ, ഒരു ആധാർ കാർഡ് കൊടുക്കൂ. കേരളത്തിൽ ആർക്കാണ് ആധാർ കാർഡ് ഇല്ലാത്തത്? നിങ്ങൾ റേഷൻ കാർഡോ ആധാർ കാർഡോ അതുപോലുള്ള ഈ 12 രേഖകൾ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതിന്നേ. ഇതിനു വേണ്ടിയിട്ട് ആര് വീട്ടിൽ വരുന്നു? BLO-മാര് വീടുകളിൽ വരുന്നു. ഇവിടെ പല ആൾക്കാരുടെയും ധാരണ എന്ന് പറഞ്ഞാൽ ഈ BLO-മാർ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ ഏജന്റുമാരാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ BJP ഏജന്റുമാരാണ്, അല്ലെങ്കിൽ RSS-കാരനാണ്, അല്ലെങ്കിൽ മോദിയുടെ സ്വന്തക്കാരനാണ്. ഒന്നും അല്ലാന്നേ. BLO-മാർ എന്ന് പറഞ്ഞാൽ റവന്യൂ വകുപ്പിലെ ജീവനക്കാരാണ്. ആ ജീവനക്കാർ എന്ന് പറഞ്ഞാൽ മിക്കവാറും സഖാക്കളാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിരിക്കും. BJP-കാരൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ഇവരാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് ഈ ഫോമുമായിട്ട്. അവർ മാത്രമല്ല,
അവര് മാത്രമല്ല, നിങ്ങളുടെ നാട്ടിലെ നിങ്ങളെ അറിയുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വരും, ഈ റെസിഡൻസ് അസോസിയേഷനിലെ ആൾക്കാർ വരും. ഇവരൊക്കെ ചേർന്നിട്ടാണ് വരിക. എന്നിട്ട് നിങ്ങൾ ഒരു ഫോമിൽ പൂരിപ്പിച്ചു കൊടുത്താൽ മതി. ഒരു ഫോമിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ പേരും അഡ്രസ്സും നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരും വയസ്സും ഒക്കെ ഒന്ന് എഴുതിയായിട്ട് കൊടുത്താൽ മതിന്നേ. ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാ, പിന്നെന്താ ചെയ്യുക? ഇത് ചെയ്യാൻ പറ്റില്ല, ഇതെന്തോ വലിയ സംഭവമാണ്. ഇത്രയേ ഉള്ളൂ. ഇനി അതൊന്നും നിങ്ങൾക്ക് വിശ്വാസമല്ല എങ്കിൽ ഇന്നത്തെ പത്രങ്ങൾ, എന്റെ കയ്യിൽ ഇപ്പം ദേശാഭിമാനിയുണ്ട്, മാധ്യമമുണ്ട്, മലയാള മനോരമയുണ്ട്. ഒരു പക്ഷേ SIR-നോട് എന്താ പറയാ, SIR വേണ്ട എന്ന നിലപാട് സ്വീകരിച്ച പത്രങ്ങളാണ് നമുക്കറിയാലോ. ദേശാഭിമാനി എന്തായാലും SIR-ന് അനുകൂലമല്ല. മാധ്യമം പിന്നെ പറയേ വേണ്ട. മാധ്യമം SIR-നോട് ഒരു തരത്തിലും പൊരുത്തപ്പെടുന്ന പത്രമല്ല. മലയാള മനോരമ എന്ന് പറഞ്ഞാൽ മലയാള മനോരമയ്ക്ക് ഒരു താല്പര്യമില്ല SIR-നോട്, കാരണം കോൺഗ്രസിന് താല്പര്യമില്ല. അതുകൊണ്ട് SIR-നെ മലയാള മനോരമയും എതിർക്കുന്നു. ഈ 3 പത്രങ്ങളിലും ഇന്ന് വന്നൊരു വാർത്ത, ഉദാഹരണം ആദ്യം നമുക്ക് ദേശാഭിമാനി എടുക്കാട്ടോ. ദേശാഭിമാനിയിൽ SIR തുടങ്ങി എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്ത ദേശാഭിമാനിയുടെ 5-ാം പേജിലാണ്. ഇത് സഖാക്കളുടെ സ്വന്തം പത്രമായ നേരറിയാൻ എന്ന് പറയുന്ന പത്രത്തിന്റെ 5-ാം പേജിലെ മെയിൻ സ്റ്റോറിയാണ്. കാണുന്നുണ്ടല്ലോ, BLOമാർ വീടുകളിലേക്ക് SIR നടപടി തുടങ്ങി. എന്തൊരു മര്യാദക്കാണ് ദേശാഭിമാനി എഴുതുന്നത്. കാരണം ദേശാഭിമാനിക്ക് കള്ളത്തരം പറഞ്ഞൂടാ. ഇതിലെന്ത് കള്ളത്തരം പറയാന്നേ? കാരണം ഇലക്ഷൻ കമ്മീഷണർ വളരെ വ്യക്തമായിട്ട് ചാനലുകളിലൂടെ വന്ന് പറയാണ്, ഇതാണ് SIR, ഇത്രയേ ഉള്ളൂ. ഇത് 2 ദിവസമായി തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ പൂരിപ്പിച്ചു കഴിഞ്ഞു. നടപടിക്രമം വളരെ സുഗമമായി തുടങ്ങി. അപ്പം പിന്നെ ദേശാഭിമാനിക്ക് പറയാൻ പറ്റുമോ ആകെ പ്രശ്നമാണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് കള്ളത്തരം പറയുന്നതിന് എന്തും പറയാൻ പറ്റുമോ? അപ്പൊ ദേശാഭിമാനിക്കാര് വളരെ കൃത്യമായി പറയാണ് SIR നടപടി തുടങ്ങി. ഇനി അതിന്റെ വാർത്ത എന്താണെന്ന് അറിയോ? ഇതാ, സംസ്ഥാനത്ത് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ അതിനാണല്ലോ SIR ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. SIR അതിന്റെ ഭാഗമായുള്ള നടപടികൾ തുടങ്ങി. 2.78 കോടി പേരാണ് പട്ടികയിലുള്ളത്. 2.78 കോടി. ഇവരെല്ലാം എന്യൂമറേഷൻ ഫോറം ഒപ്പിട്ട് നൽകണം. ഇത്രയും ആൾക്കാര് എന്യൂമറേഷൻ ഫോറം ഒപ്പിട്ട് നൽകണം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനായി BLOമാർ വീടുകളിൽ എത്തിത്തുടങ്ങി. ദേശാഭിമാനിയാണ് പറയുന്നത്, BLOമാർ എത്തിത്തുടങ്ങി. QR കോഡുള്ള ഫോമിൽ ഫോട്ടോ ഒട്ടിക്കാൻ സൗകര്യമുണ്ട്. അത് നിർബന്ധമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ അതിൽ ഒട്ടിക്കാം. അത് നിർബന്ധമൊന്നുമല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതും കൂടി അവിടെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഡിസംബർ 4 വരെയാണ് സമയം. ഫോറം പൂരിപ്പിച്ച് നൽകുമ്പോൾ റെസീറ്റ് കൈമാറും. ഫോറം പൂരിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു റെസീറ്റ് തരും. അതായത് നിങ്ങൾ ഫോറം പൂരിപ്പിച്ച് കൊടുത്തു എന്നുള്ളതിന് തെളിവ് നിങ്ങൾക്ക് തരും. ഡിസംബർ 4 വരെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുക. പിന്നെ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. ദേശാഭിമാനിയാണ് വായിക്കുന്നത്. പിന്നെ ഫോറം നൽകിയവരെ കരട് പട്ടികയിൽ ഉൾപ്പെടുത്തും. അങ്ങനെ ഈ ഫോറം നൽകിയ ആൾക്കാരെ മുഴുവനും ഒരു എന്താ പറയാ, വോട്ടർ പട്ടികയുടെ ഒരു കരട് പട്ടിക ഉണ്ടാക്കി അതിലെല്ലാവരെയും ഉൾപ്പെടുത്തും. പിന്നീടാണ് സൂക്ഷ്മ പരിശോധന. വിദേശത്തുള്ളവരുടെ ഫോറം അടുത്ത ബന്ധുക്കൾക്ക് ഒപ്പിട്ട് നൽകാം. വിദേശത്തുള്ളവരുടെ ഫോറം. ഇനി 2002 പട്ടിക അടിസ്ഥാനപ്പെടുത്തിയാണ് നടപടി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2002 പട്ടിക അടിസ്ഥാനപ്പെടുത്തിയാണ് നടപടി. 2002 2025 പട്ടികയിൽ ഉൾപ്പെട്ടവർ എന്യൂമറേഷൻ ഫോമിനോടൊപ്പം രേഖകൾ സമർപ്പിക്കേണ്ടതില്ല. ഒരു രേഖയും സമർപ്പിക്കേണ്ട. ഇനി 2025 പട്ടികയിലുള്ളവരും 2002 പട്ടികയിൽ ഉൾപ്പെടാത്തവരും മാതാപിതാക്കൾ 2002 പട്ടികയിൽ ഉണ്ടെങ്കിൽ രേഖ സമർപ്പിക്കേണ്ട. അവരും രേഖ സമർപ്പിക്കേണ്ട. അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ ഉള്ളൂന്നേ. അങ്ങനെയുള്ള ആൾക്കാരേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ 2002 ശേഷമുള്ള പട്ടികയിൽ ഒന്നുകിൽ നിങ്ങളുടെ പേര് വേണം. ഇനി അഥവാ പേരില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മന്റെ പേര് അതിലുണ്ടാവുന്നേ. ഈ ഒരു ഇതില്ലാത്ത ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ അച്ഛനും അമ്മയോ ഒന്നും വോട്ടർ പട്ടികയിൽ ഒരു കാലത്തും പേര് ചേർത്തിട്ടില്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാവില്ലോ. അതായത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒരു കാലത്തും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു രേഖ, ഏത് രേഖയാണ്? ആ രേഖക്ക് നിങ്ങൾ എന്താ പറയാ, കപ്പൽ കയറി പോണ്ട, വിമാനം കയറി പോണ്ട.
അത് നിങ്ങളുടെ പോക്കറ്റിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള നിങ്ങളുടെ ആധാർ കാർഡാണ്. അല്ലെങ്കിൽ അതുപോലുള്ള ഒരു 12 രേഖകൾ ഏതെങ്കിലും ഒന്നാണ്ട് എടുത്തു കൊടുത്താൽ മതി. തീർന്നു, പ്രശ്നം തീർന്നു. ഇതാണ് സംഭവം. ഇത് ദേശാഭിമാനി വളരെ ക്ലീൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ദേശാഭിമാനി മാത്രമല്ല, ഇതേ വാർത്ത ഞാൻ നേരത്തെ കാണിച്ച മാധ്യമത്തിലുണ്ട്. പക്ഷെ മനോരമയില് ഒരു കുത്തിത്തിരിപ്പുണ്ട്. മനോരമ പറയുന്നത് എന്താണെന്നറിയോ? അത് കാണിച്ചത് മനോരമ പറയുന്നത്, മനോരമയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നുണ്ടോ, അതായത് SIR കേന്ദ്ര കമ്മീഷൻ വേഴ്സസ് സംസ്ഥാന കമ്മീഷൻ എന്നിട്ട് പറയാണ് ആ വോട്ടോ ഈ വോട്ടോ, ആ വോട്ടോ ഈ വോട്ടോ. കേൾക്കുമ്പോൾ നമുക്ക് ഒരു കൗതുകം ഉണ്ടല്ലേ, ആ വോട്ടോ ഈ വോട്ടോ, ഏത് വോട്ട്? അതായത് ഇതിൽ പറയുന്നത് എന്താണെന്നറിയോ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു. അതിന്റെ എന്താ പറയാ ഡിക്ലറേഷൻ അടുത്ത് തന്നെ വരാൻ പോകുന്നു. അതിന്റെ എന്നാണ് ഡേറ്റ് ഒക്കെ വരാൻ പോകുന്നു. അപ്പൊ ഇതിന് നടത്തിപ്പിന് വേണ്ടിയിട്ട് കുറെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വേണ്ടി വരുമല്ലോ. അപ്പൊ ഈ അവര് തന്നെ SIR നടത്തുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതാ പറയുന്നത്. അതായത് ഇപ്പൊ SIRന് വേണ്ടിയിട്ട് നിയോഗിച്ച ഈ സർക്കാർ ജീവനക്കാർ അവരിതിന്റെ അടിയിൽ അവരെങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന്റെ നടപടികൾ ഇവർ നടത്തുക? അപ്പൊ ഇലക്ഷൻ കമ്മീഷണർ തന്നെ ഇതിന്റെ ഉള്ളിൽ പേജുണ്ട്. ഇലക്ഷൻ കമ്മീഷണർ തന്നെ പറയുന്നുണ്ട് ഒരു പ്രശ്നമില്ല, വളരെ കൃത്യമായി കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SIRന് നിങ്ങൾ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാവണ്ട, അതിന് വേറെ ആൾക്കാരെ ഉപയോഗിക്കുന്നു. ഉദ്യോഗസ്ഥരുണ്ടല്ലോ, നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഇഷ്ടംപോലെ ഉദ്യോഗസ്ഥരുണ്ട്. അത് 2 പരിപാടിയും ഒരാൾക്ക് കൊടുക്കണ്ട. അത്രയേ ഉള്ളൂ, തീർന്നു. തീർന്നു. അപ്പൊ ഇവര് പറയുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള ഉദ്യോഗസ്ഥരെ SIRന് നിയോഗിക്കരുത് എന്ന് സംസ്ഥാന കമ്മീഷൻ പറഞ്ഞു കേന്ദ്ര കമ്മീഷനോട് അങ്ങനെ ഉപയോഗിക്കരുത്. ശരിയെന്ന് അവര് പറയും ചെയ്തു. ശരിക്കും ഇങ്ങനെ ഒരു വാർത്തക്ക് തന്നെ പ്രസക്തിയില്ല. മാത്രമല്ല ഇന്ന് വീണ്ടും ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അതായത് കളക്ടർമാരെയൊക്കെ വിളിച്ചിട്ട് ഇത് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അതായത് വളരെ കൃത്യമായി ഈ SIR നടത്തുന്ന ആൾക്കാരെ ഒരിക്കലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പത്രങ്ങളൊന്നും ഇപ്പൊ മാധ്യമം വേണമെങ്കിൽ ഞാൻ മാധ്യമം കൂടി കാണിച്ചുതരാം. മാധ്യമം എന്താണ് അത് സംബന്ധിച്ച് പറഞ്ഞു തന്നെ മാധ്യമത്തിന്റെ ഉള്ളിലെ പേജില് നമുക്ക് കാണാം. ഏത് പേജിലാണ്? മാധ്യമത്തിന്റെ 5-ാം പേജിൽ. മാധ്യമത്തിന്റെ 5-ാം പേജിൽ ടോപ്പ് തന്നെ സംസ്ഥാനത്ത് SIRന് തുടക്കം. ആദ്യ ദിനം 2.07 ലക്ഷം എന്യൂമറേറ്റർമാർ ഫോമുകൾ വിതരണം ചെയ്തു. എന്യൂമറേറ്റർമാർ 2 ലക്ഷത്തിൽ കൂടുതൽ ഫോമുകൾ വിതരണം ചെയ്തു. ഇത് അവര് 3 പ്രാവശ്യം വീട്ടിലേക്ക് വരുന്ന പറയുന്നത്. നിങ്ങളെ വീട് അടച്ചുപൂട്ടിയിട്ടാണ് പ്രശ്നമില്ല. അവർ നിങ്ങളെ ഫോൺ ചെയ്ത് നിങ്ങൾ വീട്ടിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വീണ്ടും വരും. പിന്നെയും കണ്ടില്ല, പിന്നെയും വരുന്നേ. നിങ്ങളെ കാണുന്ന വരെ അവര് വരും. ഇതൊക്കെ വളരെ കൃത്യമായി മാധ്യമവും പറയുന്നു. ഇന്നലെ മീഡിയ 1 ചാനലിലൊക്കെ വേറെ ചർച്ച വേറെ രീതിയിലാണ് പോയത്. അത് പോട്ടെ. പക്ഷെ മാധ്യമ പത്രത്തില് വളരെ കൃത്യമായി SIR കൊണ്ട് ഒരു തകരാറില്ലാത്തതിന് ഇപ്പം എങ്ങനെയാ തകരാറുണ്ട് എന്ന് പറയാ? തകരാറില്ലാത്തതിന് തകരാറുണ്ട് എന്ന് എങ്ങനെയാ പറയാ? ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു. ഇപ്പൊ KT കുഞ്ഞിക്കണ്ണനൊക്കെ ഇരുന്ന് കണ്ട് പറയുന്നത് എന്താണെന്നറിയോ? അത് വലിയ പ്രശ്നമാണ്. ഈ മറ്റേ ഗൾഫ് പോയ ആൾക്കാരുടെ വിരക്കാണ്ട് വെട്ടിക്കാളും. ഒരടിസ്ഥാനമില്ലാത്ത ആൾക്കാരിൽ ഇങ്ങനെ പേടി ഉണ്ടാക്കുക. ഇത് പണ്ട് ഈ നോട്ട് നിരോധന കാലത്തൊക്കെ നടന്ന പോലെ അനാവശ്യമായ പേടി ഉണ്ടാക്കുക. ഗൾഫ് പോയ ആൾക്കാരെ കണ്ട് വെട്ടിക്കാളും കേട്ടോ. പിന്നെ നിങ്ങൾ വീട്ടിലില്ലാച്ചാൽ അത് വെട്ടിക്കാളും. പിന്നെ നിങ്ങൾക്ക് എന്തെല്ലോ രേഖകളൊക്കെ നിങ്ങളോട് ചോദിക്കും. അതൊന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളായിട്ട് വെട്ടിക്കാളും. ഇതിനൊക്കെ എന്ത് മറുപടിയാ പറയാ? ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ് കാരണഭൂതനും ചിങ്കിടികളും കൂടി സുപ്രീം കോടതി പോകുന്നത്. നമ്മളെ സ്റ്റാലിൻ സുപ്രീം കോടതി പോയിട്ടുണ്ട്. സ്റ്റാലിൻ പറയുന്നത് ഇതൊന്നും നമുക്ക് നടപ്പാക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. സ്റ്റാലിൻ സുപ്രീം കോടതി പോയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ നമ്മൾ സ്റ്റാലിനെ പഠിക്കാണല്ലോ. സ്റ്റാലിന് മറ്റേന് തോന്നിയാൽ പിണറായിക്കും ഇവിടെ മുട്ടാൻ തുടങ്ങും. ആ പരിപാടിയാണ് ഇപ്പൊ കുറെ കാലമായിട്ട് കാണുന്നത്. അതാണ് കുറെ കാലമായിട്ട് കാണുന്നത്. അപ്പൊ സ്റ്റാലിൻ സുപ്രീം കോടതി പോയപ്പോ പിണറായിക്ക് ഇങ്ങനെ മുക്കൽ തുടങ്ങി. അങ്ങനെയാണ് പിണറായിയും സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇതിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റൊന്ന്, മറ്റേ മമത അവിടെ എന്താ പറയാ ഭയങ്കര റാലിയാണ് നടത്തുന്നത്. അതായത് SIRനെതിരെ റാലി. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ നുഴഞ്ഞു കയറ്റക്കാർ വന്നത് പശ്ചിമ ബംഗാളിലൊക്കെയാണ് കേട്ടോ, ബംഗ്ലാദേശിൽ നിന്ന്. അപ്പൊ ഇതിന്റെ പ്രധാന ഉദ്ദേശം അതാണ്. ബംഗ്ലാദേശികൾ വേണ്ട. എന്തിനെ? നമ്മുടെ ഈ വോട്ടർ പട്ടികയിൽ ബംഗ്ലാദേശികളാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ ആര് ഭരിക്കണമെന്ന്.
അപ്പൊ അതാണ് അത്തരക്കാരൊക്കെയാണ് ഒഴിവാക്കും. ഇതാണ് ഇവർക്ക് പിടിക്കാത്തതെന്ന്. അപ്പൊ ഏതായാലും കേരളം സുപ്രീം കോടതിയിൽ പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ സതീശൻ മാഷ്, VD സതീശൻ, ഞങ്ങളുണ്ട്. എന്താണ് ചെയ്യാ? ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് സുപ്രീം കോടതിയിൽ ഇവർ പോകുകയോ, അതായത് നിയമ ഉപദേശം കിട്ടിയല്ലോ, അത് കിട്ടിയിട്ട് സുപ്രീം കോടതിയിൽ പോകുകയോ. ഈ സുപ്രീം കോടതി ഇപ്പൊ എന്താ പറയാൻ പോകുന്നത്? ഈ SIR തുടങ്ങി, ഇപ്പൊ സുപ്രീം കോടതി പറയാണ് ഈ SIR ഒന്നും വേണ്ട എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പൊ ബീഹാറിൽ പോലും SIR നടത്തി കഴിഞ്ഞു. ഇപ്പൊ രാഹുൽ ഗാന്ധി മറ്റേ ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ച് ആകെ മറ്റേ മോദിയൊക്കെ എങ്ങനെ കത്തിപ്പോയി എന്നാ പറഞ്ഞത്. മോദിയായിട്ട് കത്തിപ്പോയി, BJP ഇല്ല. മറ്റേ ഹൈഡ്രജൻ പൊട്ടിയപ്പോ കത്തിപ്പോയത് രാഹുൽ ഗാന്ധിയാ. പൊട്ടിച്ചപ്പോ മൂട് കത്തിപ്പോയി. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇയാൾക്ക് എന്താ വേറെ പണിയില്ലെന്ന് ചോദിച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഒരാള് പോലും പരാതിപ്പെട്ടില്ല എന്ന് പറയുന്നത്. അതായത് ഇതിപ്പോ നമുക്കറിയാലോ, SIRൽ നിങ്ങളുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കരട് വോട്ടർ പട്ടിക വരും. നിങ്ങൾക്ക് അത് പരിശോധിക്കാം. നിങ്ങളുടെ ഇനീഷ്യൽ തെറ്റിയോ, പേര് തെറ്റിയോ, വീടിന്റെ നമ്പർ തെറ്റിയോ, ഇനി അതില് നിങ്ങൾ ഈ ഫോം കൊടുത്തിട്ടും നിങ്ങളുടെ പേര് വന്നില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാൻ ആഴ്ചകളോളം സമയം തരും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കൃത്യമായ എന്താ പറയാ റിയൽ ആയ ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അതും നിങ്ങൾക്ക് ചെയ്യാൻ പരിശോധിക്കാന്ന്. അതിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ സമീപിക്കാം. ഒരുപാട് സാധ്യതകളാണ് മുന്നിലുള്ളത്. ഇതൊന്നും ഉപയോഗിക്കാതെ, അതായത് ബീഹാറില് ഹരിയാന എന്നൊക്കെ പറഞ്ഞാൽ ഇവരിങ്ങനെ തുള്ളിക്കളിക്കുകയാണ്. തോറ്റെന്ന് പറയണ്ടേ? നദ്ദ പറയുന്നത് ശരിയല്ലേ? നദ്ദ പറഞ്ഞു ഈ രാഹുൽ ഗാന്ധി കരയാൻ തുടങ്ങിയിട്ട് കാലായി, നഞ്ഞത്തടിച്ച് കാര്യന്നെ BJP ഭരിക്കണേ. എടോ മാനം മര്യാദ ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്ക്, അത്രയേ ഉള്ളൂ അല്ലേ? ഇതിങ്ങനെ ഒരു കൊല്ലം മുമ്പ് ഹരിയാനയിൽ ഇലക്ഷൻ നടന്ന് അവിടെ BJP ജയിച്ച് ആകെ തോറ്റ അമ്പീതാണ്. ഇപ്പോഴാണ് വരുന്നത് ഇത് അന്നത്തെ വോട്ടർ പട്ടികയിൽ തകരാറുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. അന്ന് ഒരു കോൺഗ്രസ്സുകാരനും കണ്ടില്ല. ആഴ്ചകളോളം ഈ കരട് വോട്ടർ പട്ടിക അവർ പരിശോധിച്ചു. അപ്പൊ ഒരു ഇരട്ടിപ്പും കണ്ടില്ല, ഒരു മോഡലിന്റെ ചിത്രവും കണ്ടില്ല, ഒരു മറ്റേന്താ പറയാ ഇരട്ടിപ്പും കണ്ടില്ല, ഒരു ബൾക്ക് വോട്ടും കണ്ടില്ല, ഒരു മണ്ണാങ്കട്ട കണ്ടില്ല. ഇതൊക്കെ പോട്ടെ, ഇലക്ഷൻ സമയത്ത് ഈ പറയുന്ന ഏജന്റുമാരുണ്ട്, കോൺഗ്രസിന്റെ ഏജന്റുമാര് ബൂത്തിൽ ഇങ്ങനെ കുത്തിക്കുകയാണ്. അവിടെ വല്ല ആള് മാറി വോട്ട് ചെയ്യാൻ വരുന്നുണ്ടോ എന്നും വരും നോക്കി ആരും ഇല്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് SIR ഈ മറ്റേ ബീഹാറിൽ SIR നടത്തിയപ്പം ബീഹാറിൽ ഒരാൾ പോലും, ഇവര് പറഞ്ഞല്ലോ 67 ലക്ഷം 74 ലക്ഷം പുറത്തായി എന്നൊക്കെ, 74 ലക്ഷമായിട്ട് പുറത്തായി. ഒരാൾ പോലും ഞങ്ങളെ പുറത്തായി, ഞങ്ങൾ ഇലക്ഷൻ ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ ഞങ്ങളുടെ പേരില്ല എന്ന് പറഞ്ഞാണ്ട് ഒരാൾ പോലും ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിൽ എത്തിയിട്ടില്ല. ഇപ്പൊ ഇവർക്കാണ് ഇവരുടെ ചൊറിച്ചില്. ഇവരുടെ ആവശ്യം എന്താണ്? മരിച്ചുപോയ ആൾക്കാർ വേണം, ഇരട്ടിപ്പുള്ള ആൾക്കാർ വേണം, നുഴഞ്ഞു കയറിയ ആൾക്കാർ വേണം. എന്നാലേ ഇവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ തലതിരിഞ്ഞ ആൾക്കാര്. അപ്പൊ ഏതായാലും പിണറായി വിജയൻ കേസിന് പോവുകയാണ്, സുപ്രീം കോടതി പോവുകയാണ്, VD സതീശനും പോവുകയാണ്. അങ്ങനെ VD സതീശനും പിണറായി വിജയനും കെട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ രണ്ടും. കെട്ടിപ്പിടിച്ച് എത്ര കാലം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന മക്കളെ. എന്താ ചെയ്യാ? വരാനുള്ളത് വഴി തങ്ങൂല എന്ന് പറഞ്ഞില്ലേ? വരാനുള്ളത് വഴി തങ്ങില്ല. കാത്തിരുന്ന് കാണാം നമുക്ക് കേട്ടോ.